Good morning, everybody. So, the next topic is design of beams, that in singly reinforced beam. So, beams. A beam is a structural element that primarily resists loads applied laterally to the beam axis. Its the mode of reflection is primarily by bending. Beams are two types, singly reinforced beam and doubly reinforced beam. നമ്മളൊരു സ്ട്രക്ചറൽ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ബീം എന്ന് പറയുന്നത്, അല്ലേ? ഈ ബീം ലോഡ് വരുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ സംഭവിക്കും, അല്ലേ? ആ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ബെൻഡിങ് പ്രൈമറിലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആൻഡ് ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം എന്ന് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ SRB, സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം. In singly reinforced, simply supported beams, reinforced steel bars are placed near the bottom of the beam or slab where they are most effective in resisting the tensile stresses. So, this is the figure of a simply reinforced beam. Here, B is the effective width of the beam, and D is the overall depth, and D is the small letter D is the effective depth. ഇവിടെ 2 സപ്പോർട്ട്സ് ഉണ്ട്. ഈ സപ്പോർട്ട്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്ലിയർ ലെങ്ത് L, സ്മോൾ ലെറ്റർ L. അതേപോലെ ഈ ഒരു ബീമിന് കംപ്രഷൻ സൈഡും ഉണ്ട്, അതേപോലെ ടെൻഷൻ സൈഡും ഉണ്ട്. ഇവിടെ ടെൻഷൻ സൈഡിൽ എന്തുണ്ടാവാം? ടെൻഷൻ സ്ട്രെസ്സസ് ഉണ്ടാവാം, അല്ലേ? ടെൻസൈൽ സ്ട്രെസ്സസ് ഉണ്ടാവാം. അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു? സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. സോ ബോട്ടം സൈഡിൽ വരുന്ന സ്ട്രെസ്സസിന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം. ദെൻ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആവുന്ന സമയത്ത് കംപ്രഷൻ സൈഡിലും സ്റ്റീൽ ബാർസ് ഉണ്ടാവാം, ടെൻഷൻ സൈഡ്സും സ്റ്റീൽ ബാർസ് ഉണ്ടാവാം. ചില സമയങ്ങളിൽ ഈ വിഡ്ത്ത് അല്ലെങ്കിൽ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഈ ഡിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീംസ് പ്രൊവൈഡ് ചെയ്യും. ഇനി MU അൾട്ടിമേറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ഓഫ് അൾട്ടിമേറ്റ് മൊമെന്റിനേക്കാൾ കൂടുകയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീംസ് പ്രൊവൈഡ് ചെയ്യും. സോ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഹാവിംഗ് steel in compression and tension zone and used in the situation of the ultimate moment of resistance required is greater than the ultimate moment of resistance of singly reinforced beam section, and when the depth of the beam is constraints. The beam will necessary when the depth of the beam restricted to at the supports of continuous beams where the bending moment changes its sign to reduce long-term deflection also. സോ ഡബ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ മൊമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് MU എന്ന് പറയുന്നത് MU ലിമിറ്റിനേക്കാൾ കൂടുതലാവുക, ആ ഒരു കണ്ടീഷൻ. The next one is design of steps. Here first we have a problem. അല്ലെങ്കിൽ നമുക്കൊരു ബീം ഡിസൈൻ ചെയ്യണം. അതിന് നമുക്ക് അറിയാവുന്ന വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നമുക്ക് നോൺ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് write the given datas like width of the section B, FC, KFY and others. Then we move to the second step, find the effective depth using span by effective depth is equal to 10. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാം. സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് ഈക്വൽ ടു 10. Then assume the cover thickness like DC, overall depth capital letter D is equal to D plus DC. Then move to the next step, find out the effective span using IS 456-2000 page number 34 clause number 22.2. Here ഇതാണ് നമ്മൾ പേജ് നമ്പർ 34 എന്ന് പറയുന്നത്. അതിൽ 22.2 ഇതിലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഇവിടെ 2 ക്ലോസ് പറയുന്നുണ്ട്, 2 കേസ് പറയുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാന് കാണാൻ എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ക്ലിയർ സ്പാൻ ആണ്.
രണ്ടാമത്തത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ്. അതായത് രണ്ട് ബീമുകൾ ഉണ്ടെങ്കിൽ ഈ ബീമിൻ്റെ സെൻറ്റർ പോയിന്റ് ടു ഈ ബീമിൻ്റെ സെൻറ്റർ പോയിന്റ് വരെയുള്ള ലെങ്ത് wall thickness by 2 plus clear length plus wall thickness by 2. ആ ഒരു രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. ഈ കിട്ടുന്ന രണ്ട് വാല്യൂവിൽ ലീസ്റ്റ് വൺ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കുക. ദെൻ വി മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഫോർത്ത് വൺ, ഫൈൻഡ് ഔട്ട് ദ ലോഡ്സ്. ഒരു ബീമിൻ്റെ ലോഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ആ ബീമിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്, രണ്ട് ആ ബീമിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. സോ എ എന്ന് പറയുന്നത് സെൽഫ് വെയിറ്റ് ഓഫ് ലോഡ് ഓർ ഡെഡ് ലോഡ്. അത് കണ്ടുപിടിക്കാൻ സെൽഫ് വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് ദാറ്റ് ഈസ് 25 kilonewton per meter ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഓവറോൾ ഡെപ്ത്. 1 മീറ്റർ ലെങ്ത്തിൽ 25 kilonewton per meter സെൽഫ് വെയിറ്റിൽ എത്ര ആക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത ബ്രെഡ്ത്തും ഓവറോൾ ഡെപ്തും കൺസിഡർ ചെയ്യും. സോ ഇവിടെ എന്തായിട്ട് മാറും, 25 × 1 × B × D എന്നായി മാറും സെൽഫ് വെയിറ്റ് ഓഫ് ദ ലോഡ്സ്. ദെൻ നമുക്കറിയാവുന്ന ലോഡ് അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഗിവൺ ലോഡ് ലൈക്ക് LL. ഈ രണ്ട് ലോഡും ആഡ് ചെയ്യുന്നു, ടോട്ടൽ ലോഡ് W. ദെൻ ഇതിനെ ഫാക്ടേർഡ് ലോഡാക്കി കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ WU ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഇൻറ്റു 1.5. ഓക്കെ. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് ഔട്ട് ദ മൊമെൻറ്റ് ഓഫ് കറസ്പോണ്ടിങ് ലോഡ്. ഈ ഒരു ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നു. WU_L²/2 ഏതാണ് കണ്ടീഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കും. ഓരോ കണ്ടീഷനായിട്ട് പറഞ്ഞുതരാം പ്രോബ്ലം ചെയ്യുമ്പോൾ. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് G.1.1c NXG പേജ് നമ്പർ 96 IS 456/2000. ഹിയർ ഇതാണ് NXG എന്ന് പറയുന്നത്. ഇതിൽ G.1.1c. ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടോ, mu ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 XUmax/D ഇൻറ്റു 1 - 0.42 XUmax/D ഇൻറ്റു BD² FCK. ഇതിൽ എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, mu ലിമിറ്റ് കണ്ടുപിടിക്കും. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ചെക്ക് ആൻഡ് കമ്പയർ mu ആൻഡ് mu ലിമിറ്റ്. mu limit is greater than mu. The design is said to be singly reinforced beam. അല്ലേ? സോ mu ലിമിറ്റ് muനേക്കാളും വലുതായിട്ടാണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം എന്ന് പറയാം. സോ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യും. അത് 9th സ്റ്റെപ്പ്, ഡിറ്റർമൈനിങ് ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് യൂസിങ് IS 456/2000 G.1.1b പേജ് നമ്പർ 96 യൂസിങ് ദ ഇക്വേഷൻ. സോ ഇതേ പേജിൽ പേജ് നമ്പർ B ഈ ഒരു ഇക്വേഷൻ കണ്ടോ, mu ഈക്വൽ ടു 0.87 FI AST/D ഇൻറ്റു 1 - AST FI/BD FCK. ഇതിലെ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് AST മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ബാക്കി വാല്യൂസ് ഒക്കെ പുട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യും. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലീസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കും, ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂ കിട്ടും. ആ കിട്ടുന്നതിൽ ലീസ്റ്റ് വാല്യൂ ആയിട്ട് നമ്മൾ AST എടുക്കും. അങ്ങനെ നമുക്ക് ആ AST കിട്ടും. Then the next step is find out the number of bars provided and assume the diameter of steel bars. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഉപയോഗിക്കുന്ന സ്റ്റീൽ ബാർസിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്യും. 8 mm മുതൽ 22 or 20 mm വരെയുള്ള റേഞ്ചിൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ആ അസ്യൂം ചെയ്യുന്ന കൺസേൺ ഒരു ബാറിന്റെ ഏരിയ, ഈ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച AST ഡിവൈഡഡ് ബൈ ഈ കൺസേൺ ഒരു ബാറിന്റെ ഏരിയ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബാർസ് കിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ട. ആ പ്രൊവൈഡ് ചെയ്യേണ്ട നമ്പർ ഓഫ് ബാർസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫിഗർ വരയ്ക്കുക. സോ ഇവിടെ നമ്മൾ മുഴുവൻ, അതായത് ഒരു ബീം ഡിസൈൻ, സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സ്റ്റെപ്പുകളും ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്രയും സ്റ്റെപ്പുകളാണ് ആവശ്യം, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു
ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും വെർട്ടിക്കൽ ഷിയർ പ്രൊവൈഡ് ചെയ്യണം, ആങ്കറേജ് ഷിയർ, അങ്ങനെ കുറേ പോർഷൻസ് കൂടിയുണ്ട്. അത് നെക്സ്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്ത് പറയും. ഇപ്പം നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ എഫക്റ്റീവ് സ്പാന് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ അതിന് കറസ്പോണ്ടിങ് ലോഡ്, മൊമെന്റ്, ലിമിറ്റിംഗ് മൊമെന്റ്, ദെൻ ലിമിറ്റിംഗ് മൊമെന്റും ചെക്ക് ചെയ്തു. mu limit is greater than mu ആണോ എന്ന് കൺഫേം ചെയ്തു. So we said to be singly reinforced beam, then concern tensile reinforcement, then concern number of bars and draw the figure. These are the main steps. So problem number 1, previous year question papersലുള്ള problems ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Problem: a simply supported beam of span 5 meter carry a design load of 24 kilonewton per meter. If the width of the beam is restricted to 240 mm, design the beam using M20 concrete and Fe 415 steel. So നമുക്ക് തന്ന ഡാറ്റാസ് നമ്മൾ ആദ്യം എടുത്തെഴുതണം അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ. സോ വി മൂവ് ടു ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗിവൺ ഡാറ്റാസ് L equal to 5 meter, that is converted into mm, 5000 mm, and the load WU, design load means ultimate load ആണ്. That means ടോട്ടൽ ലോഡിനെ ഇൻറ്റു 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ലോഡാണ് ഈ തന്നിട്ടുള്ളത്. സോ WU ഈസ് ഈക്വൽ ടു 24 kilonewton per meter converted into Newton per mm into 24 into 10 raised to 3 divided by 10 raised to 3. So that is 24 Newton per mm. Then width B is equal to 240 mm, FCK 20 Newton per mm square, Fy 450 Newton per mm square. So given data are written. Then we move to first step. Step 1. Here the width B is equal to 240 mm and the effective depth is equal to span by 10. So span by 10, that is equal to 5000 by 10, that is equal to 500 mm. Effective depth is equal to 500 mm. Then assume the cover thickness DC is equal to 50 mm. Then the overall depth, capital letter D, is equal to 500 plus 50, that is 550 mm. In step 1, first we write out B is equal to 240 mm. Then we find out the effective depth span by 10, that is 500 mm. Assume the cover thickness 50 mm and we found overall depth 550 mm. Then we move to step 2. Find out effective span. In question, we know the span 5 meter only. So we want to find effective span. By IS 456-2000, page number 34, clause number 22, pragaram. First condition, capital letter L, effective span കാണാൻ center to center distance between the support. Wall thickness by 2 plus clear span plus wall thickness by 2. Wall thickness is 240 mm. So 240 by 2 plus 5000 plus 240 by 2, that is 5240 mm. That is equal to 5.24 meter. Then the second condition, clear span plus effective depth. 5000 plus 500. 5500 mm, 5.5 meter. So A condition prakaram 5.24 meter, B condition prakaram 5.50 meter. Take the least value as the effective span L. L is equal to 5.24 meter. Then we move to the step 3. We want to find out loads and moment. So first of all, question നമുക്ക് ഡിസൈൻ ലോഡ് തന്നിട്ടുണ്ട്. സോ WU is equal to 24 kilonewton per meter. Then the moment, simply supported beam ആണ് അല്ലേ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. പിന്നെ ബീമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ പറഞ്ഞിട്ടുള്ളൂ. സോ വി ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഇൻ യൂസിങ് ദ ഇക്വേഷൻ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ദാറ്റ് ഈസ് WL square B 2. W
എന്നുള്ളതിൻ്റെ അടുത്ത് എന്ത് വരും? WU വരും. L സ്ക്വയറിൻ്റെ അടുത്ത് എഫക്റ്റീവ് L സ്ക്വയർ വരും by 2. So WU is equal to 24 into L square 5.24 square divided by 2, that is equal to 82.37 kilonewton meter. So we get the moment mu is equal to 82.37 kilonewton meter. Then the next step is limiting value of moment, mu limit. mu നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് mu ലിമിറ്റ് കാണണം. പേജ് നമ്പർ 96 IS 456 പേജ് 2000 G.1.C പ്രകാരം ഇക്വേഷൻ എന്തായിരുന്നു? mu limit equal to 0.36 xu max by d into 1 minus 0.42 into xu max by d into bd square fck. Here xu max by d യുടെ വാല്യൂ നമുക്കറിയില്ല. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് വഴിയുണ്ട്? പേജ് നമ്പർ 72 പ്രകാരം കോഡിൽ xu max by d ഓഫ് 415. F ഇവിടെ എത്രയാണ്? 415. പ്രീവിയസ്ലി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം xu max by d ഈക്വൽ ടു 0.48 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ആ ഇക്വേഷനിൽ എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടി. അത് നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ mu ലിമിറ്റ് ഈസ് ഈക്വൽ ടു 165 kilonewton meter എന്ന് കിട്ടി. സോ ഇൻ പ്രീവിയസ് mu ഈക്വൽ ടു 82.37, mu ഈസ് ലെസ് ദാൻ mu ലിമിറ്റ്. ദാറ്റ് മീൻസ് mu ലിമിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ mu. ഇറ്റ് മീൻസ് the design is simply reinforced beam. So നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം പ്രകാരം ബീം ഏത് കണ്ടീഷനിലാണ്? സിംപ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണ്. സോ നമ്മൾ എന്ത് കൂടി ചെയ്യണം? ബാക്കി സ്റ്റെപ്പ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈൻ ദ ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ്. പേജ് നമ്പർ 96 G.1.B പ്രകാരം mu ഈക്വൽ ടു 0.87 FY ASTD ഇൻറ്റു 1 മൈനസ് AST FY ബൈ BD FCK എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിലെ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് AST മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ പുട്ട് ചെയ്തു. അതിനെ ഇക്വേഷനിലേക്ക് ഫോം ചെയ്തപ്പം 31.216 AST സ്ക്വയർ മൈനസ് 190.525 AST പ്ലസ് 82.37 ഇൻറ്റു 10⁶ ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഫോമിലേക്ക് വന്നു. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് AX സ്ക്വയർ മൈനസ് BX പ്ലസ് C ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. ഇത് സോൾവ് ചെയ്യാൻ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അത് പ്രകാരം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ASTയുടെ വാല്യൂ കിട്ടും. അപ്പോൾ കിട്ടിയ രണ്ട് വാല്യൂ ആണ്. അതിലെ ലീസ്റ്റ് വാല്യൂ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് AST ഈക്വൽ ടു 506 mm² ആണ്. സോ ലീസ്റ്റ് വാല്യൂ ആണ് ടേക്കൺ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 506 mm². സോ നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ്, ദാറ്റ് ഈസ് AST ഈസ് ഈക്വൽ ടു 506 mm². ദെൻ മൂവ് ടു സ്റ്റെപ്പ് 6. നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ അസ്യൂം 16 mm ഡയമീറ്റർ ഓഫ് ബാർ സ്റ്റീൽസ്. സോ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാൻ നേരത്തെ കണ്ടുപിടിച്ച AST ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു d സ്ക്വയർ, 506 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു 16², ദാറ്റ് ഈസ് 2.53. സോ 3 numbers of bars. നമുക്ക് ഈ ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പം 3 numbers of bars പ്രൊവൈഡ് ചെയ്യാം സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റിൽ. സോ പ്രൊവൈഡ് 3 numbers of 16 mm diameter bars. ദെൻ ഫിഗർ വരയ്ക്കുക. സോ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് 240 mm വിഡ്ത്തും 550 mm ഡെപ്തും ഉള്ള ഒരു സെക്ഷൻ വരച്ചു. അതിൽ 500 mm ഡെപ്ത് മെൻഷൻ ചെയ്തു. 500 mm 3 ബാർസ് പ്രൊവൈഡ് ചെയ്തു. 3 bars of 16 mm diameter. 3 numbers of 16 mm diameter bars നമ്മൾ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നൊട്ടേഷൻ കാണിക്കുക ഈ ഒരു സിമ്പലിലാണ്. സോ ജസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ചു വെക്കുക. സോ 3 numbers of 16 mm diameter of bars, 240 mm width, 550 mm overall depth, 500 mm effective depth. സോ ഇത്രയാണ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിസൈൻ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ഒന്നുകൂടി നോക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ലെങ്ത് തന്നിട്ടുണ്ട്, ഡിസൈൻ ലോഡ് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്.
M20 കോൺക്രീറ്റ് ആണ്, Fe415 സ്റ്റീലാണ് യൂസ് ചെയ്യേണ്ടതെന്നും പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് കണ്ടു, എഫക്റ്റീവ് സ്പാന് കണ്ടു, അതിന് കൺസേൺ ആയിട്ടുള്ള ലോഡും മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ അതിൻ്റെ ലിമിറ്റിംഗ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു, ചെക്ക് ചെയ്തു, സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം ആണെന്ന് കൺഫേം ചെയ്തു, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസൈൽ റെയിൻഫോഴ്സ്മെന്റ് കണ്ടു, ആ റെയിൻഫോഴ്സ്മെന്റിന്റെ നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്തു, ഫിഗർ ഡ്രോ ചെയ്തു. ഇത്രയുമാണ് ഫസ്റ്റ് സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീമിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ.